ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് എഗ്ലെസ് പ്ലം കേക്കിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ എഗ്ഗ് ചേർത്തിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 1 kg എഗ്ലെസ് പ്ലം കേക്കാണ്. അപ്പോൾ കഴിഞ്ഞ ആ വീഡിയോയിലകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാർജറിനാണ് ചേർത്തിട്ടുള്ളതെന്ന്. അത് നമുക്ക് അമൂലിൻ്റെ അൺസോൾട്ടഡ് ബട്ടർ വാങ്ങിക്കുമ്പോൾ അത് ഒരു വൈറ്റ് കളറാണ്. അതുപോലെ ഞാൻ എടുത്തിട്ടുള്ളത് നന്ദിനിയുടെ അൺസോൾട്ടഡ് ബട്ടറാണ്, അതിനൊരു യെല്ലോയിഷാണ്. അപ്പോൾ ഇത് ചേർത്തിട്ട് ബാക്കിയുള്ള നന്ദിനിയുടെ ബട്ടറും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടിനും ചെറുതായിട്ട് കളർ വ്യത്യാസമുണ്ട്. മാർജറിന് അത് കുറച്ച് വേറെയാണ്. അത് നമുക്ക് താല്പര്യമുള്ളവർക്ക് ചേർക്കാം. അതിനേക്കാൾ നല്ലത് ഹെൽത്തി ആയിട്ടുള്ളത് ബട്ടറാണ്, അതുകൊണ്ടാണ് ബട്ടറാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ അതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എത്രയ്ക്കാണ് കേക്ക് സെയിൽ ചെയ്യുന്നതെന്ന്. ഞാൻ 700 റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ മൈദ എടുത്തിട്ടുണ്ട്. എഗ്ലെസ് ആയതുകൊണ്ട് തന്നെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ഗ്രാം ഉണ്ടത്. ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ അതുപോലെ ബേക്കിംഗ് സോഡ ആവശ്യമുണ്ട്. മുട്ട ചേർക്കുമ്പോൾ നമുക്ക് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. ഇത് മുട്ട ചേർക്കാത്തതുകൊണ്ട് ബേക്കിംഗ് സോഡ ഉണ്ട്. അതുപോലെ സ്പൈസ് പൗഡർ, സോൾട്ട്, അതുപോലെ തൈര്, പിന്നെ ബട്ടറും പിന്നെ സൺഫ്ലവർ ഓയിലും പകുതിയേശാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. പിന്നെ നമ്മൾ സോക്ക് ചെയ്ത ഫ്രൂട്ട്സും അതിൻ്റെ വെള്ളം 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. പിന്നെ എസൻസുകൾ, കാരമൽ, പഞ്ചസാര പൊടിച്ചത്, ഇത്രയാണ് ഇതിൻ്റെ അകത്തേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ ഞാനത് കൃത്യമായിട്ട് അതിൻ്റെ അളവ് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്തിട്ട് പറയണം. അതുപോലെ തന്നെ സ്റ്റെപ്പ് ഫോളോ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം തന്നെ മൈദയിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണ് ഉപ്പും അതുപോലെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണ്, പിന്നെ സ്പൈസ് പൗഡർ 1 ടീസ്പൂണ്. 1 ടീസ്പൂൺ തൊട്ട് 1.5 ടീസ്പൂൺ വരെ നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ ഗരം മസാലയ്ക്ക് ചേർത്തേക്കുന്നത് ഏലക്ക, കറുവപ്പട്ട, അതുപോലെ ഗ്രാമ്പൂ, ജാതിക്ക, ചുക്ക്, തക്കോലം, ഇത്രയും ചേർത്ത് പൊടിച്ച് വെച്ചതിൽ നിന്നാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അത് നമുക്ക് 1 സ്പൂൺ തൊട്ട് 1.5 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം, അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള അനുസരിച്ചിട്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായി ഇങ്ങനെ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ച് മാറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു വട്ടമാണ് അരച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് വിസ്ക് വെച്ച് നന്നായി തന്നെ ഒരു വട്ടം വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് മസാലയൊക്കെ തരികളാണ്, അതുകൊണ്ടാണ് അതിലേക്ക് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, അത് നമ്മൾ 400 ഗ്രാമാണ് സോക്ക് ചെയ്തതിൻ്റെ അളവാണ് പറയുന്നത്. ഇത് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാ സ്ഥലത്തേക്കും കിട്ടും. അതല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ മാത്രമായിരിക്കും അത് കിടക്കുക. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് ആ ഫ്രൂട്ട്സ് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും തന്നെ കിട്ടും. നമ്മൾ സോക്ക് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് അരച്ചിട്ട് എടുക്കാമെന്ന് വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ മൈദയിൽ മിക്സ് ചെയ്തെടുക്കാനൊക്കെ നല്ല ഈസി ആയിരിക്കും. പിന്നെ ഉള്ള മിക്സിങ്ങിനൊക്കെ അത് കുറച്ചുകൂടി നന്നായി നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ സോക്ക് ചെയ്ത അതിൻ്റെ ചാറ് നമുക്ക് പിന്നീട് അത് മിക്സ് ചെയ്യുമ്പോൾ ചേർത്താൽ മതി. അത് മാറ്റി വയ്ക്കും ഒരു സൈഡിലേക്ക്. നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതൊരു വേറെ ബൗളിലേക്ക് മാറ്റാണ്, കാരണം മറ്റേ മിക്സിങ് ബൗളിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് എഗ്ഗൊന്നും ചേർക്കാത്തതുകൊണ്ട് അതിനകത്ത് പൊടി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഒരു തുണി വെച്ച് നമുക്കൊന്ന് തുടച്ച് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് പുളിയില്ലാത്ത തൈര് 1/2 കപ്പാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ് തന്നെ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം 1 തൊട്ട് 2 മിനിറ്റ് വരെ വരും. നമുക്ക് ഇതിന് പ്രത്യേകിച്ച് ബീറ്ററൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വിസ്ക് വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ടാണെങ്കിലും ചെയ്യാവുന്നതാണ്. ഇത് നന്നായി തന്നെ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് തൊട്ട് 2 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കതൊരു എണ്ണയും അതുപോലെ തൈരും 2 മിക്സായി ഒരു ക്രീമായിട്ട് വരും. അതുവരെ നമ്മൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് മിക്സായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കാം. പഞ്ചസാര അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ, ഞാനിവിടെ ലൈറ്റ് കളറുള്ള ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞ് കിട്ടും.
അതല്ലെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് ചേർക്കാവുന്നതാണ്. മുഴുവനായിട്ട് ചേർക്കാമെന്ന് വെച്ചാൽ നമുക്ക് പഞ്ചസാരയുടെ അളവ് ഏകദേശം ഒരു 3/4 കപ്പ് അടുത്തേക്ക് മതി. ഇത് പൊടിച്ചതായതുകൊണ്ട് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്, ബ്രൗൺ ഷുഗർ. അതായതുകൊണ്ടാണ് ഇപ്പം നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ ഒരു കളർ വ്യത്യാസം തോന്നും. ബ്രൗൺ ഷുഗർ ചേർക്കാൻ വെച്ചാൽ നമുക്ക് പിന്നെ കാരമൽ ഒരുപാട് അല്ലെങ്കിൽ അതിൻ്റെ കാരമൽ കളേഴ്സൊന്നും അധികം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ തന്നെ നാച്ചുറലായിട്ടുള്ളൊരു കളർ കിട്ടും. പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞ് വരണം. അതിനുശേഷം നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള എസെൻസുകൾ ചേർക്കാം. ഇവിടെ ഞാൻ പൈനാപ്പിൾ എസെൻസ് 1/4 ടീസ്പൂൺ, അതുപോലെ വാനില 1 ടീസ്പൂൺ, ഓറഞ്ച് 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നമുക്ക് റം എസെൻസ് വേണമെങ്കിൽ അത് 1/2 സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ കാരമൽ ഒരു 40 ml ഉണ്ട്, ഷുഗർ കാരമൽ, അതും ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദയും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിൽ തന്നെ കാഷ്യൂനട്ടും ബദാമും നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ചേർക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാനും മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ വിസ്ക് അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം എടുക്കുന്നത് തിക്ക് ബാറ്റർ ആയതുകൊണ്ട്. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ടാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കുറേശ്ശായിട്ട് നമുക്ക് മറ്റേ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തിട്ടുള്ള അതിൻ്റെ ചാറ് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഉണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടും. പിന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ, നമ്മളിത് ഇങ്ങനെ ചെയ്യുമ്പോൾ മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടറിന് ചൂടുണ്ടാവത്തില്ല, നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം. അത് നമുക്ക് കുറേശ്ശായിട്ട് ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരുമിച്ച് ഒഴിക്കേണ്ട, കുറേശ്ശായിട്ട് നമുക്ക് മിക്സ് ചെയ്താൽ മതി. കുറച്ച് സമയം എടുക്കും നമ്മൾ സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്യാമെന്ന് വെച്ചാൽ. ബീറ്റർ വെച്ച് പെട്ടെന്ന് തന്നെ 1 തൊട്ട് 2 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇത് കുറച്ച് തിക്ക് ബാറ്റർ ആയതുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാൻ കുറച്ച് ഒരു ടൈറ്റ് വരും. അപ്പോൾ കുറച്ച് ക്ഷമയോടെ നമ്മളിത് ചെയ്യണം. നമ്മൾ ഇതിൻ്റെ മിക്സിങ് തുടങ്ങുന്ന സമയത്ത് ഓവൺ അല്ലെങ്കിൽ പാത്രത്തിലാണെങ്കിൽ അത് നമ്മൾ ചൂടാക്കാൻ വേണ്ടി വെക്കണം, പ്രീ ഹീറ്റ് ചെയ്യണം ഒരു 10 മിനിറ്റ്. ഞാനിവിടെ മോർഫി റിച്ചാർഡിൻ്റെ ഓവനിലാണ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ 160 ഡിഗ്രിയിലാണ് പ്രീ ഹീറ്റ് ചെയ്യണത് 10 മിനിറ്റ്. അതുപോലെ ബേക്ക് ചെയ്യണത് 160 വെച്ചിട്ട് 1 മണിക്കൂറും 10 മിനിറ്റാണ് നമുക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ 125 ml സൺഫ്ലവർ ഓയിലും അതുപോലെ 125 ml ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. മുട്ട ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് പിന്നെ അല്ലെങ്കിൽ വല്ലാണ്ട് ഹാർഡാവും, അതുകൊണ്ടാണ് നമ്മളിവിടെ ഓയിൽ ചേർത്തിട്ടുള്ളത്. മുട്ട ചേർക്കാന്ന് വെച്ചാൽ നമുക്ക് ഫുൾ ബട്ടറിൽ തന്നെ ചെയ്യാവുന്നതാണ്, നല്ല ടേസ്റ്റാണ് അതിന്. ഇത് നമ്മൾ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന മോൾഡിൽ ഒഴിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ബേക്ക് ചെയ്യുന്ന ടിന്നിലാണെങ്കിൽ ഒഴിച്ച് നമുക്ക് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം.